മൂന്ന് മുന്നണികളും വമ്പൻ സ്ത്രീരത്നങ്ങളെയാണ് ഈ മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതിലെത്ര പേര് വീഴും വാഴും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചിലരെ നമുക്കറിയാം, ഒതുക്കാൻ വേണ്ടി തന്നെ ചില മണ്ഡലങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുമുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടവും നടക്കുന്നുണ്ട്. യുവത്വം മുതൽ അങ്ങ് റിട്ടയർഡ് ഹാൻഡ്സ് വരെ, അതെ, വിരമിക്കാൻ പ്രായമായവർ വരെയും മത്സര രംഗത്തുണ്ടെന്നുള്ളതാണ്. അപഹാസ്യരായിട്ട് നിൽക്കുന്ന ചില വനിതകളും രംഗത്തുണ്ട്. അപ്പം നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ടൊരു നല്ല ഒരു സംഖ്യ തന്നെ ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 35 പേരിൽ കുറയാതെ ഉണ്ട്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട പലരെയും ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഒക്കെങ്കിലും ഒന്ന് ഓടിച്ച് നമുക്ക് ബാക്കിയുള്ളവരെ കുറിച്ചൊന്ന് പറഞ്ഞു പോവാം അല്ലേ. അതിലിപ്പോൾ പ്രധാന മുന്നണിയായിട്ടുള്ള LDFിലെ KK ശൈലജ തന്നെ നോക്കാം. അതെ, പേരാവൂരില് പ്രവചനാതീതം എന്നൊക്കെ പറയുന്നുണ്ട്. സണ്ണി ജോസഫിന്റെ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് KK ശൈലജയെ കൊണ്ട് പേരാവൂരിൽ ഇറക്കിയിരിക്കുന്നത്. അതെ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരിക്കലും അവിടെ നിന്ന് പയറ്റി മൂക്ക് കുത്തിയതുമാണ്. പക്ഷെ ഇപ്പം വീണ്ടും മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നു. ഒരു അതികായനെ മല്ലിടാൻ ഒരു അതികായ തന്നെ വേണം എന്നുള്ള കണക്കുകൂട്ടലിലാണെന്നാണ് CPMന്റെ വേർഷൻ. അങ്ങനെ KK ശൈലജ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പേരാവൂർ പോയി മത്സരം നേരിടുകയാണ്. ആ മത്സരം വളരെ കടുപ്പമുള്ളതാണ്. വിധി പറയാൻ ഇനി നമുക്ക് ജനങ്ങൾ വിധി എഴുതാൻ ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. പക്ഷേ മെയ് 4-ാം തീയതി നമുക്ക് ഈ വിധി പൂർണ്ണമായും വ്യക്തമായും ലഭിക്കുകയുള്ളൂ. അത്ര നല്ല പോരാട്ടം. പക്ഷെ എന്തായാലും ഒരു നേർച്ചക്കോഴിയായിട്ട് വിട്ടതാണ്. അതെ, അതിൽ സംശയമില്ല. അതിൽ അവർക്ക് അല്പം വിഷമവും ഉള്ളതായിട്ടാണ് അറിയുന്നത്. എന്നാൽ PK ശ്യാമള സ്വർണ്ണത്തളികയിൽ എടുത്തു വെച്ച ഒരു താരമായിട്ട്, വനിതാ താരമായിട്ടാണ് പോയിരിക്കുന്നത്. പലർക്കും PK ശ്യാമള തളിപ്പറമ്പ് മണ്ഡലത്തിൽ വരുന്നതിനോട് പാർട്ടിക്കകത്ത് തന്നെ അമർഷമുണ്ട്. അതിൻ്റെ ഫലമായി TK ഗോവിന്ദൻ അവിടുന്ന് പാർട്ടിയിൽ കലഹിച്ച് പുറത്ത് ചാടി ഇപ്പം അവർക്കെതിരെ മത്സരിക്കുകയും കൂടി ചെയ്യുകയാണ്. അവർ മട്ടന്നൂർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ വല്ലാത്തൊരു മത്സരമാണ് നേരിടുന്നത്. വിജയം ആർക്കെന്ന് നിശ്ചയിക്കാൻ ഇപ്പോഴും കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് വടക്കു നിന്നാണെങ്കിൽ ML അശ്വിനി, കാസർഗോഡ് വിജയപ്രതീക്ഷ, BJPയുടെ വിജയപ്രതീക്ഷയുള്ള വനിതാ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അവിടെ ബ്ലോക്കിലേക്ക് വിജയിച്ച ആളെന്നുള്ള നിലയിലുമൊക്കെ അശ്വിനി വളരെ പേരുകെട്ട ഒരു വനിത തന്നെയാണ്. അവരിത്തവണയും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞാൻ ഈ ത്രികോണ മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കാസർഗോഡിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാം തര ത്രികോണ മത്സരം നടക്കുന്ന, വൻപിച്ച ഫൈറ്റ് നടക്കുന്ന, പലപ്പോഴും 2ാം സ്ഥാനത്തെത്തുകയും 3ാം സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്തിന് അടുത്ത് വരെ വരുന്ന മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ഈ കാസർഗോഡ്. അവിടെ ഇത്തവണ അശ്വിനി ഉഗ്രൻ പോരാട്ടം ML അശ്വിനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയേണ്ടത് ശോഭാ സുരേന്ദ്രൻ. ഈ മത്സരങ്ങളിലെയൊക്കെ താരമായിട്ട് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് വിധി എന്താണെന്ന് അറിയാനായിട്ട് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളം മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ വരെ ശോഭയുടെ റിസൾട്ട് എന്താണെന്നായിരിക്കും ആദ്യം ചോദിക്കുക. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം BJPയുടെ ഒരു സീറ്റ് ഉറപ്പിക്കുന്നുണ്ട് പാലക്കാട്. കാരണം ഇപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ഉള്ളൂ, അത് ശോഭാ സുരേന്ദ്രനാണ്. പിന്നെ വീറും വാശിയും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള അവരുടെ കഴിവുമെല്ലാം കൊണ്ട് അവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു മിന്നൻ താരം തന്നെയാണ്. അടുത്തത് പിന്നെ പറയാവുന്നത് പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. 2021 UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 2ാം സ്ഥാനം വന്നു. 16-ലും സ്ഥാനാർത്ഥിയായിരുന്നു. അന്നും സുനിൽകുമാറിനെതിരെ മത്സരിച്ചു. അപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. നല്ല വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു വനിത തന്നെയാണ്. ഇപ്പോൾ BJPയുടെ കൂടെ കൂടിയപ്പോൾ കുറെ കൂടെ ശക്തമായിട്ട് അവർക്ക് മത്സരരംഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ പത്മജ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മൾ പേരമ്പ്ര നേരത്തെ പറഞ്ഞല്ലോ, തഹലിയയുടെ കാര്യം. അത് നമ്മളിനിയിപ്പം പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഉഗ്രൻ പോരാട്ടം TP രാമകൃഷ്ണനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമ തഹലിയ.
മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. പിന്നെ കൂത്തുപറമ്പിൽ ഒരു രസവും കൂടെ ഉണ്ട്. അവിടെ ജയന്തി രാജനെ കൂടെ CPM ലീഗ് ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് പിന്നെ ലീഗിൻ്റെ ഒരു പേരിനൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ കവിഞ്ഞൊരു മത്സരം അവർക്ക് അവിടെ ആ മണ്ഡലം വെച്ചിട്ട് ആള് പിടിക്കുകയാണെങ്കിലും ആ മണ്ഡലം വെച്ചിട്ട് അത് കവിഞ്ഞ ഒരു പെർഫോമൻസ് നടത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. പിന്നെ കോങ്ങാടാണ്. കോങ്ങാട് മൂന്ന് വനിതകൾ ഒന്നിച്ച് പോരാടുന്നതാണ്. കെ ശാന്തകുമാരി CPM-ന് വേണ്ടിയിട്ടും KM തുളസി കോൺഗ്രസിന് വേണ്ടിയിട്ടും രേണു സുരേഷ് BJP-ക്ക് വേണ്ടിയും ഉഗ്രൻ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയിലെ കോഴിക്കോട് നവ്യ ഹരിദാസ് കോഴിക്കോട് നോർത്തില് നല്ല ഒന്നാന്തരം പോരാട്ടം ബിജെപിയുടെ അതൊരു സ്റ്റാർ മണ്ഡലം പോലെയാണ്. ത്രികോണ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. അതെ, നല്ല വോട്ട് പിടിച്ചു. നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. അതിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരാളാണ് നവ്യ ഹരിദാസ്. അതുപോലെ തന്നെ വീണ ജോർജ്. അവിടെ ഒരു ഉഗ്രൻ പോര് നടക്കുകയാണ്. വീണ ജോർജിന് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കതെല്ലാം പറഞ്ഞു പോകാൻ സമയമില്ല. പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളേ ഉള്ളൂ, അനുകൂല ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതെ അതെ. ഒരേ സഭയിൽ നിന്നുള്ള 2 പേരാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നെ നമ്മൾ ഇരിങ്ങാലക്കുടയിൽ വന്ന അവിടെയാണ് വലിയ അപഹാസ്യമായിട്ട് നിൽക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത്. അത് ഡോക്ടർ ആർ ബിന്ദു മത്സരിക്കുന്ന ഇരിങ്ങാലക്കുട പ്രധാനപ്പെട്ട ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്, മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ വിജയരാഘവന്റെ ഭാര്യ പിന്നെ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നല്ല വോട്ട് പിടിച്ച ആളെന്നുള്ള നിലയിൽ പ്രസിദ്ധയാണ്. ആ രീതിയിൽ പറയേണ്ട മറ്റൊരാളാണ് ഷാനിമോൻ ഉസ്മാൻ. ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് കപ്പിനും ചുണ്ടിനുമിടയിൽ പരാജയപ്പെട്ട ഷാനിമോൻ ഉസ്മാൻ അരൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നു. അവിടെ തന്നെ CPM-ന്റെ ദലീമയും മത്സരിക്കുന്നുണ്ട്. അത് സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാന പോരാട്ടം പാലായിൽ കോർപ്പറേഷനിൽ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിരുന്ന നിർമ്മല ജിമ്മി കടത്തുരുത്തിയിൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ ആ വിധത്തിൽ പറയാൻ മോൻസി ജോസഫിനോടാണ് അവരുടെ മത്സരം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ യു പ്രതിഭയുടെ മത്സരം. അത് കായംകുളത്ത് യു പ്രതിഭയുടെ 3ാം മത്സരം. അതെ. പക്ഷെ അവിടെ നമുക്ക് ലിജുവിനെതിരെ കാര്യങ്ങൾ അല്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആലപ്പുഴ ജില്ലയിൽ. കാരണം ലിജു വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് പലപ്പോഴും അസംബ്ലിയിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ പ്രതിഭയ്ക്ക് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പിന്നെ പാർട്ടിക്കകത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ ഒരാള് ജെ ചിഞ്ചുറാണി ചടയമംഗലത്ത് നിന്ന്. അത് തോൽക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ തോറ്റാൽ ചിഞ്ചുറാണി ആ സ്പോർട്സ് താരത്തിന്റെ എല്ലാ സ്പോർട്സ് സ്പിരിറ്റും കളയുമെന്ന് വേണമെങ്കിൽ പറയാം. ചടയമംഗലം എന്ന് പറഞ്ഞാൽ CPI-യുടെ കോട്ടയാണ്. അതെ, CPI-യുടെ പ്രമുഖർ മാത്രം മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. E ചന്ദ്രശേഖരനാരെ പോലുള്ള പ്രഗത്ഭരൊക്കെ അവിടെ നിന്ന് വളരെ നാള് വിജയിക്കുക. ചന്ദ്രശേഖരനായിട്ടുള്ള സ്ഥലങ്ങൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ചിഞ്ചുറാണി അവിടെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മത്സരിക്കുന്നു. വിദ്യാബാലൻ നമ്മൾ ഇടയ്ക്ക് വിട്ടുപോയതാണ്. എലത്തൂർ മത്സരിക്കുന്നു. ശശീന്ദ്രനെതിരെ മത്സരിക്കുന്നു വിദ്യാബാലൻ. വളരെ അവിടെ യഥാർത്ഥത്തിൽ അവരൊക്കെ വിദ്യാബാലനൊന്നും വലിയ പ്രായമില്ലല്ലോ. ഈ ശശീന്ദ്രനും ഒക്കെ ജയിക്കണോ ഇനി? അതെ അതെ. പിന്നെ പ്രീതി കോട്ടയ്ക്കൽ ബത്തേരിയിലെ SS കവിത BJP-യുടെ. കൂത്തുപറമ്പ് ജയന്തി രാജൻ ഞാൻ നേരത്തെ പറഞ്ഞത്. പറവൂർ പിന്നെ വൻ പുള്ളികൾക്കിടയിൽ VD സതീശനും ഡെന്നിസ് മാസ്റ്റർക്കൊക്കെ എതിരെ വത്സല പ്രസന്നകുമാർ BJP-യുടെ ഒരു കാൻഡിഡേറ്റ്, വനിതാ കാൻഡിഡേറ്റ് മത്സരിക്കുന്നു. പിന്നെ നാട്ടികയിൽ നമ്മൾ പറയാൻ വിട്ടുവാണ് ഗീതാഗോപി. CPI-യുടെ സീറ്റാണ്, സിറ്റിംഗ് സീറ്റാണ്. ഗീതാഗോപി ായിട്ടാണ് നാട്ടികയിൽ CC മുകുന്ദൻ പല വിധത്തിലും തെറ്റിപ്പിരിഞ്ഞ് അവർ തമ്മിലിപ്പോൾ കൊമ്പ് കോർക്കുന്നത് നാട്ടികയിൽ വലിയൊരു രസകരമായ മത്സരത്തിന് കാര്യമാക്കിയിട്ടുണ്ട്. പിന്നെ രമ്യ ഹരിദാസ് ചിറയൻകീഴ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഇവിടെ പാട്ടുംപാടി ജയിക്കാമെന്നും പറഞ്ഞു വന്നതാണ്. അവിടെ നല്ല ഒന്നാന്തരം മത്സരമാണ് നടക്കുന്നത്. ഒരു തവണ മാത്രം ആലത്തൂരിൽ വിജയിച്ചു, പിന്നെ ആലത്തൂരിൽ പരാജയപ്പെട്ടു. പിന്നെ ചേലക്കരയിൽ പോയി മത്സരിച്ചു, അവിടെയും പരാജയപ്പെട്ടു. അതെ, പരാജയം കൂടുതൽ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞാൽ സ്മിത സുന്ദരേശൻ നമ്മുടെ
വർക്കല ജോയിക്കെതിരെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ്, BJPയുടെ സ്ഥാനാർത്ഥി, ഏതാണ്ട് ത്രികോണ മത്സരത്തിനുള്ള BJPക്ക് ഒരു പ്രതീക്ഷയുള്ള മണ്ഡലം, അവിടുത്തെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് പിന്നെ ശ്രീരേഖ IPS. അത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന, ഉഗ്രൻ പോരാട്ടം നടക്കുന്ന, ഒന്നാന്തരം ത്രികോണ മത്സരം നടക്കുന്ന, അതും ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിലും അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമാണ്. അത് പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ശ്രീരേഖയുടെ വട്ടിയൂർക്കാവ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിന്നും താരങ്ങളിൽ പറഞ്ഞതാണ് അഞ്ജലി നായരും ആതിര ബി നായരും ഒക്കെ. അത് ഏറ്റുമാനൂരും തൃപ്പൂണിത്തറയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. പിന്നെ തൃക്കാക്കര ഉമാ തോമസ് മത്സരിക്കുന്ന, അവിടെ പുഷ്പാദാസിന്റെ ഒരു ഇതും കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയത്. പുഷ്പാദാസ് CPM-ന് വേണ്ടി അവിടെ മത്സരിക്കുന്നു. പിന്നെ അനിത തോമസ് വൈപ്പിലിൽ 2020 വേണ്ടി മത്സരിക്കുന്നു. സംഗീത വിശ്വനാഥൻ ഉടുമ്പൻചോലയിൽ BDJS-ന് വേണ്ടി മത്സരിക്കുന്നു. അതുല്യ ഘോഷ് കയ്പമംഗലം BDJS-ന് വേണ്ടി മത്സരിക്കുന്നു. MS താര കരുനാഗപ്പള്ളിയിൽ CPI-ക്ക് വേണ്ടി മത്സരിക്കുന്നു. നല്ല ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ CR മഹേഷും ജിതൻ, അവിടെ CR മഹേഷിന്റെ ഒരു തട്ടകമാണത്. അതെ, അവിടെ ജിതൻ ദേവ് വളരെയധികം വോട്ട് പിടിച്ച് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ MS താരയും CR മഹേഷും ജിതൻ ദേവും ഒരുപോലെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ MS താരയുടെ വനിത എന്നുള്ള രീതിയിലുള്ള പോരാട്ടം നമ്മളെടുത്ത് പറയേണ്ടതാണ്. ആറ്റിങ്ങൽ OS അംബിക പിന്നെ CPM-ന്റെ ഒരു മുൻ പിന്നെ MLA ആയിരുന്നു. അപ്പോൾ നല്ല പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ മുത്താര രാജ് ഒരു ജൂഡോ ചാമ്പ്യനാണ്. മാവേലിക്കര മത്സരിക്കുന്നു. സംവരണ മണ്ഡലത്തിൽ നല്ല ഒന്നാന്തരം വീര്യമുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന മുത്താരധാരയെ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു 38ഓളം പ്രഗത്ഭരായ വനിതാ രത്നങ്ങൾ നമ്മുടെ ഇത്തവണത്തെ നിയമസഭയിലേക്ക് അങ്ങനെ മത്സരിക്കുന്നു. ഇവരിൽ എത്ര പേർ നിയമസഭ കാണും എന്നുള്ളതും നമ്മുടെ നിയമസഭയുടെ ഐശ്വര്യം അങ്ങനെ വനിതകളിലൂടെ എത്രത്തോളം നമുക്ക് കേൾക്കാൻ കഴിയും എന്നും മെയ് 4-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും, വനിതാ സ്ഥാനാർത്ഥികളെയും നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.